By night, on my bed, I saw him whom my soul loveth. I sought him, but I found him not to I will rise now and go about the city in the streets and in the broad ways I will seek. നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണല്ലോ ഈ ഫ്രണ്ട്ഷിപ്പ് ഫെലോഷിപ്പ് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞ ഒരു ഫെലോഷിപ്പ് തന്നെയല്ലേ ഫ്രണ്ട്ഷിപ്പ്, അതായത് കൂട്ടായ്മയാണല്ലോ ഒരു ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ ഇത് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ, അല്ലെങ്കിൽ എന്താണ് തമ്മിലുള്ള ഒരു ഡിഫറൻസ്? എന്താ സിസ്റ്റർ? ആഗ്നസിന് നല്ല ഫ്രണ്ട്സ് ഇല്ലേ? സൗഹൃദങ്ങളുണ്ട്. നിങ്ങൾക്കൊക്കെ നല്ല ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും നല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്കൊക്കെ ആരുടെങ്കിലും മുഖം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, ഈ ഫ്രണ്ട്ഷിപ്പ് വേണമെങ്കിൽ ഒരു വ്യക്തിയായിട്ടാവാം അല്ലെ? എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറയുന്ന പോലെ അല്ലേ? ഹലോ. ഓക്കെ, പക്ഷെ ഫെലോഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരാളാണോ വരുന്നത്, അതോ ഒന്നിൽ കൂടുതൽ ആൾക്കാർ വരുന്നുണ്ടോ? ഒന്നിൽ കൂടുതൽ അല്ലേ? നിങ്ങൾക്ക് പരിചയമുള്ള വല്ല ഫെലോഷിപ്പ് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? പരിചയമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഫെലോഷിപ്പ് എന്നൊക്കെ പറയുമ്പോൾ? എനിക്ക് എന്റെ മനസ്സിൽ ഫെലോഷിപ്പ് എന്ന് പറഞ്ഞു വരുന്നത് എന്റെ ഒരു കൂട്ടായ്മ. ഞാൻ ഇങ്ങനെ ഒരു ഫെലോഷിപ്പിന് കയറിയത് ജീസസ് യൂത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഫെലോഷിപ്പിലാണ്. അപ്പൊ അവിടെ കുറെ പേരുണ്ട്. കുറെ പേരെന്ന് പറഞ്ഞാൽ എനിക്കറിയാത്ത കുറെ പേരായിരുന്നു. അവരെയൊന്ന് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ നമ്മുടെ സ്വന്തം ചേട്ടനും ചേച്ചിയും അനിയത്തിമാരൊക്കെ ആയിട്ട് നമുക്ക് എന്തോ തുറന്ന് സംസാരിക്കാൻ പറ്റിയ, നമ്മളോട് എന്ത് പ്രശ്നവും നമുക്ക് പറയാൻ പറ്റും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന, അങ്ങനെ കുറെ നല്ല സ്നേഹമുള്ള കുറെ പേരെ ഒക്കെ പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. കർത്താവായിട്ട് കൂടുതൽ അടുക്കാനുള്ള കുറെ സാഹചര്യങ്ങൾ നമുക്ക് എപ്പോഴാണ് ഈ ഫെലോഷിപ്പിൽ കയറാൻ പറ്റിയത്? കോളേജിൽ പോയപ്പോഴാണോ? അതാ ഞാൻ പറഞ്ഞ, കോളേജിലേക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ വന്നൊരു കോളേജ് ആയിരുന്നു ഇത്. ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞപ്പോ സിനൻ തന്നെ പറഞ്ഞൊരു വാക്കുണ്ട്, അതായത് എനിക്ക് അതിൽ നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ആള്. ചിലപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇഷ്ടം തോന്നില്ല. ചിലർ നമുക്ക് തോന്നുന്നത് ഭയങ്കര ജാടയാണ്, ഇന്ന ആൾക്കാർ. ചിലർ ചിരിക്കുന്നുണ്ട്, അപ്പോൾ ചിലപ്പോൾ അങ്ങനത്തെ അനുഭവങ്ങൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. അപ്പം ചിലപ്പോൾ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇനി നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ടിലാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കും ഏറ്റവും കൂടുതൽ നല്ല അല്ലെങ്കിൽ എന്താ പറയുന്നത്, എന്നെ ഒത്തിരി എൻറിച്ച് ചെയ്തിട്ടുള്ളത്, എൻ്റെ ജീവിതത്തിൽ എന്നെ ഒത്തിരി വളർത്തിയിട്ടുള്ളത് ക്രിസ്ത്യൻ ഫെലോഷിപ്പുകളാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പറയുമ്പോൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പും ക്രിസ്ത്യൻ ഫെലോഷിപ്പിനെ കുറിച്ചിട്ടും ഒന്ന് പറയാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബ്യൂട്ടി ഉണ്ട്, ക്രിസ്ത്യൻ ഫെലോഷിപ്പുകളുടെ ഒരു ബ്യൂട്ടി. ഇപ്പം അതിൽ പറഞ്ഞ ഒരു മെയിൻ സംഭവം, ഫ്രണ്ട്ഷിപ്പിൽ നമ്മൾ ചൂസ് ചെയ്യുന്നതാണെങ്കിൽ ഫെലോഷിപ്പിൽ നമ്മൾ ആരെയും ചൂസ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി കുറച്ച് പേരുണ്ട്, അവരെ നമുക്ക് ചൂസ് ചെയ്യാനൊന്നുമില്ല. പക്ഷെ അവിടേക്ക് നമ്മൾ എത്തിച്ച ഒരു സാധനം ഒന്നുകിൽ നമ്മുടെ വിശ്വാസം, അല്ലെങ്കിൽ അതിലൊരു ഫെയ്ത്ത് ഡ്രിവൺ ആയിട്ടുള്ള ഒരു സംഭവം. എനിക്കൊന്ന് ക്രിസ്തുവാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാണ് അവിടെ നമ്മളെ നയിക്കുന്നത്. പക്ഷെ അത് വിചാരിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ നയിക്കപ്പെട്ട് ഇങ്ങനെയൊന്നും അല്ലല്ലോ നമ്മളൊരു ഫെലോഷിപ്പിന് പോകുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഈശോ ഭയങ്കര രസമായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു സിനന് അവിടെ ആ കൂട്ടായ്മയിൽ അല്ലെങ്കിൽ ആ ഫെലോഷിപ്പിൽ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, അവൻ ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരിവനെ നോക്കി ചിരിച്ച് ഇവനോട് സംസാരിച്ച് ഇവന് വേണ്ടി പ്രാർത്ഥിച്ച് നന്നായിട്ട് ടേക്ക് കെയർ ചെയ്തുകൊണ്ട് നടന്നു എന്നുള്ളതാണ്. അവരുടെ കൂടെ കൂടിയപ്പോഴാണ് എനിക്ക് പിന്നെ കോളേജ് ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങിയത്. നല്ലൊരു കാര്യം അവരിലൂടെ നമുക്ക് ഇഷ്ടമില്ലാത്ത കുറെ കാര്യങ്ങള് അവര് വഴി നമുക്ക് ഇഷ്ടപ്പെടുകയും കുറെ കാര്യങ്ങൾ നമുക്ക് അതുവഴി സാക്രിഫൈസും കോൺട്രിബ്യൂട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ കുറെ അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞ അവിടെ ഒരു വിശ്വാസമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ദൈവത്തിലുള്ള വിശ്വാസം. രണ്ട്, സിനനും പ്രാർത്ഥിക്കാൻ ഇഷ്ടമുണ്ട്, അതുപോലെ ആ കൂട്ടായ്മയും പരസ്പരം പ്രാർത്ഥിക്കുന്നു എന്നുള്ളതാണ്. അതിലിപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവർ ഇഷ്ടമില്ലാത്തവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം പക്ഷെ ഈ പ്രാർത്ഥന എന്നുള്ളൊരു എലമെന്റ് ആണ് അതിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു സെൻറ്റർ പിനക്കിൾ പോയിന്റ് എങ്കിൽ അതിൽ നമ്മൾ അട്രാക്ട് ചെയ്ത് അവരുടെ ചിലപ്പോൾ ഒരു ചിരിക്കുന്ന മുഖമൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ സിസ്റ്റർ, ഞാൻ കോളേജിൽ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് എൻ്റെ സീനിയേഴ്സൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ഫ്രണ്ട്സൊന്നും അധികം പെട്ടെന്ന്, ഞാൻ കുറച്ചുകൂടി ഇൻട്രോവേർട്ടഡ് ആയിരുന്നു. ഹോസ്റ്റലിലായിരുന്നു. പക്ഷെ അപ്പം അവിടെ ജീസസ് യൂത്തിലെ കുറച്ച് സീനിയേഴ്സ് ജീസസ് യൂത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ആ ജീസസ് യൂത്തിലെ
ചേച്ചിമാരും ചേട്ടന്മാരും ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു. അപ്പൊ പുതിയൊരു ക്യാമ്പസിലെത്തിയിട്ട് ഇത്രയും സ്നേഹമുള്ള ചേട്ടന്മാരും ചേച്ചിമാരും മറ്റേത് ഇങ്ങനെ റാഗ് ചെയ്യണ ചേട്ടന്മാരും ചേച്ചിമാരും ഉള്ള അല്ല. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാനൊരു ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് ചേച്ചി എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യണേ. അപ്പൊ ചേച്ചി എന്നിട്ട് എന്ന് വിളിച്ചിട്ട് ആ കോളേജിൽ നിന്നിട്ട് കരച്ചിലാണ്. അതായത് അവർക്ക് ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ ഷോൾ ഇങ്ങനെ മടക്കി 2 സൈഡിൽ പിൻ ചെയ്ത് മുടി 2 സൈഡിൽ കെട്ടി റിബൺ കെട്ടിയിട്ടൊക്കെ പോകണം. എന്നിട്ട് അതുപോലത്തെ ഒരു അവസ്ഥയൊക്കെ ചെയ്തിട്ട് ചേച്ചി എന്ന് വിളിച്ച് കരച്ചില്ല. അപ്പം എൻ്റെ അന്നത്തെ മനസ്സിൽ പോലെ ആ ഒരു സാധനമുണ്ട്. അപ്പം അല്ല, ഇതൊക്കെ നമ്മുടെ കോളേജുകളിലുള്ള ഒരു കാര്യമാണല്ലോ. അപ്പം അങ്ങനെ ടെററായിട്ടിരിക്കുന്ന സമയത്ത് പുഞ്ചിരിക്കുന്ന മുഖവുമായി നമ്മളെ സീനിയേഴ്സ് കേൾക്കുമ്പോൾ ഒരു ഭയമുള്ള ഒരു ഫസ്റ്റ് ഇയർ കാലഘട്ടത്തിൽ ഇത്രയും നല്ല സ്നേഹമുള്ള ചേട്ടന്മാര് ചേച്ചിമാരൊക്കെ ഉള്ളപ്പം അത് ഭയങ്കര റിഫ്രഷിങ്ങും ഹീലിങ്ങും ആയിരുന്നു ഒരു വഴിക്ക്. അപ്പം കുർബാന ഈശോയോട് ഇഷ്ടമായിരുന്നു, പ്രാർത്ഥിക്കാൻ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം അവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ വളരെ നല്ലൊരു കൂട്ടായ്മ അവിടെ ഉള്ളത് കൊണ്ട് ഈശോനെ പറ്റി കേൾക്കാനും ഈശോനെ പറ്റി ഷെയർ ചെയ്യാനും ബൈബിൾ ഷെയർ ചെയ്യാനും കൂടുമായിരുന്നു. അപ്പൊ പള്ളിയിൽ എല്ലാ ദിവസവും പോവും. അപ്പൊ അവര് നല്ല നല്ല അങ്ങനത്തെ നന്മയായ കാര്യങ്ങളും കുമ്പസാരത്തിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എല്ലാം ഒരു ഫ്രഷ് ഒന്നും അവര് പറയാതെ പറയുന്നുണ്ടാവില്ലേ. ഞാൻ ചില സമയത്ത് നമ്മള് പള്ളിയിൽ പോയില്ലെങ്കിൽ അവര് ചിലപ്പോ പൊക്കിയെടുത്ത് പള്ളിയിലൊക്കെ കൊണ്ടുപോയിരിക്കും. നമ്മളെ കണ്ടില്ലെങ്കിൽ അവർ ബിരിയാണി വാങ്ങിച്ചു തരാം, കാപ്പി വാങ്ങിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അല്ല, അങ്ങനെ കൊണ്ടുപോകുന്ന വെച്ചാൽ പക്ഷെ അൾട്ടിമേറ്റ്ലി അവന് ദൈവത്തിന്റെ മാധുര്യം അറിയാന്നുള്ളതാണ് ഇവരുടെ ഒക്കെ ഒരു മോട്ടീവ് എന്ന് പറയുന്നതല്ലോ. ഓക്കെ, അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു കൂട്ടായ്മയുടെ ഭാഗമാവാന്നുള്ള. അപ്പൊ നിങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ എന്താ ചെയ്യാ? നിങ്ങൾ പ്രാർത്ഥിക്കുവോ? ഞങ്ങള് ആദ്യം ഒരു ജപമാല ചൊല്ലും. അപ്പം നല്ല രസമാണ് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലും. കാരണം കോളേജൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ട് വന്നിട്ട് ഇവിടെ എല്ലാവരും ടയേർഡാണ്. പക്ഷെ എല്ലാവരും കൂടി ഇരുന്ന് ജപമാല ചൊല്ലി പിന്നെ കുറച്ച് നേരം പ്രൈസ് വെച്ചിട്ട് അപ്പൊ നല്ല പാട്ട് പാടുന്ന ചേച്ചിമാരൊക്കെ ഉണ്ട്, അവർക്ക് നന്നായി പാടും. എന്നിട്ട് പിന്നെ ഒരു ചേട്ടനോ ചേച്ചി ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും അന്ന് ഷെയർ ചെയ്യാനായിട്ട്. അപ്പൊ അവര് നല്ല നല്ല കാര്യങ്ങളൊക്കെ ബൈബിൾ തന്നെ ഒരു വചനം വായിച്ച് ഷെയർ ചെയ്യും. എന്നിട്ട് നമ്മളോടും ചോദിക്കും നമുക്ക് എന്തെങ്കിലും മനസ്സിലായോ. ഞാനിങ്ങനെ എഞ്ചിനീയറിംഗ് പഠിച്ച സമയത്ത് കോളേജിൽ ഇതുപോലെ പ്രയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ജീസസ് യൂത്തിന്റെ തന്നെ പ്രയർ ഗ്രൂപ്പായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ജോലി ചെയ്യാൻ തുടങ്ങുന്ന സമയത്തും ഞങ്ങൾ ഈ എല്ലാ ടെക്നോ പാർക്കിലായിരുന്നു. അപ്പോൾ അവിടെയുള്ള എല്ലാ ഓഫീസുകളൊന്നും ഒരുമിച്ച് കൂടി ഞങ്ങൾക്ക് 2 ബസ്സൊക്കെ ഉണ്ട്. അതിനകത്ത് കയറിയാണ് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു പള്ളി കൂടുന്നത്. അപ്പം ഞാൻ ഓർക്കാറുണ്ട്, അവിടെ ഇങ്ങനെ ഈ ഷെയറിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കും ആർക്കെങ്കിലും പ്രയർ റിക്വസ്റ്റ് ഉണ്ടോ. അപ്പം വേറെ ആർക്കും ഇല്ലെങ്കിലും എല്ലാ വ്യാഴാഴ്ചയും പ്രയർ റിക്വസ്റ്റ് പറയണ ഒരു ചേച്ചിയുണ്ട്. ഈ ചേച്ചിക്ക് ഇതിന് മാത്രം പ്രയർ റിക്വസ്റ്റുകൾ, ചിലപ്പോൾ ചേച്ചി കാര്യം പറയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു നിയോഗമാണെന്ന് പറയും. പക്ഷേ പിന്നെ ഒരു ദിവസം ചേച്ചി വന്നിട്ട് ചേച്ചിയുടെ സാക്ഷ്യം പറഞ്ഞ എന്താ അറിയോ, അതായത് ചേച്ചി ഇവിടെ പറയാറുള്ള എല്ലാ കാര്യങ്ങളും അത് നടക്കാറുണ്ട് എന്ന്. അതുകൊണ്ട് ചേച്ചിക്ക് ഈ പ്രയർ ഗ്രൂപ്പിൽ ഭയങ്കര വിശ്വാസമാണ്. അതുകൊണ്ട് ചേച്ചി മുടക്കം കൂടാതെ എല്ലാ വ്യാഴാഴ്ചയിലും ചേച്ചി. അപ്പം ഞാൻ ആലോചിക്കായിരുന്നു അതൊരു മനോഹാരിതയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ IT കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഈ ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ലഞ്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ വരുന്നത്. ഒക്കെ മാനേജറിൻ്റെയും നടക്കാൻ പോണ പ്രോജക്റ്റും റിലീസും ഒക്കെ ആലോചിച്ചിട്ടാണ് എല്ലാവരും ഇരിക്കുന്നതെങ്കിലും അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ എനിക്കൊന്ന് അവിടെ വചനത്തിൻ്റെ ശക്തിയാണ്. 2-3 പേര് എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കുന്ന ഈശോ പറഞ്ഞ ഒരു വചനം, അത് അവിടെ ശരിക്കും ഈശോ മധ്യത്തിലുണ്ട്. അപ്പം നമ്മൾ എന്നിട്ട് ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരിക്കും ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും. പക്ഷെ തിരിച്ചു പോകുമ്പോൾ എല്ലാവരും ഭയങ്കര റിലാക്സ്ഡായി, അല്ലെങ്കിൽ ചിലപ്പോൾ ആരുടെങ്കിലും ബർത്ത്ഡേ ഒക്കെ ഉണ്ടെങ്കിൽ അവർ ട്രീറ്റൊക്കെ കൊണ്ട് എല്ലാവരും ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് തിരിച്ച് ഇതേ അണ്ടകടാഹത്തിലേക്ക് തന്നെയാണ് നമ്മൾ തിരിച്ചു പോകുന്നതെങ്കിലും കുറെ കൂടെ റിലാക്സ്ഡ് ആയിട്ടായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോഴത്തേനും കുറേ പേര് നന്നായിട്ട് ശക്തിപ്പെട്ട് ഇനിയും നമ്മൾ അംഗത്തിനാണ് പോകുന്നതെങ്കിലും കർത്താവ് അവിടെ നമുക്കൊരു ശക്തി തരുന്നതായിട്ട് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത് ശരിക്കും ഈ പ്രാർത്ഥനയുള്ള എപ്പോഴും പ്രാർത്ഥിക്കുന്ന അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മളിലൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു സാധനം ഈശോ, അല്ലെങ്കിൽ നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവം ഈശോയിലുള്ള വിശ്വാസവും പരിശുദ്ധാത്മാവുക. അങ്ങനെ വരുമ്പോൾ ഉണ്ടല്ലോ ഈ സൗഹൃദങ്ങൾ എത്ര കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ വിളിച്ചാലും നമ്മളെന്തോ ഇപ്പം കണ്ടു കഴിഞ്ഞിട്ട് പറഞ്ഞ ആൾക്കാരുടെ പോലെയൊക്കെ വർത്താനം പറയാനും, അല്ലെങ്കിൽ അപ്പോഴും ഒരു സങ്കടം വന്നാൽ ഒന്ന് തുറന്നു പറയാനും ഒരു അത് ഈശോയിലുള്ള ബന്ധമായതുകൊണ്ട് തന്നെ അവിടെ ഒരു അസൂയയുടെ ഒരു എലമെൻറ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര കുറവായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഒരു സാധാ ഫ്രണ്ട്ഷിപ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ തെറ്റിദ്ധാരണ വന്നു, അപ്പം അവന് സോറി പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഈഗോ അങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്നിടത്ത് ഫെലോഷിപ്പിൽ കുറേ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. പക്ഷെ അവിടെ ഈശോ മധ്യത്തിലുള്ളത് കൊണ്ട്
അതിൻ്റെതായിട്ടുള്ള വ്യത്യാസവും തോന്നിയിട്ടുണ്ട് എനിക്ക്. അല്ല, നിനക്ക് എന്നാ തോന്നിയിട്ടുള്ളേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ? എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ എനിക്കിപ്പോൾ പ്രാർത്ഥിക്കാൻ ഇവിടെ അവസരം ഉണ്ടോ? ഇപ്പോൾ പറഞ്ഞു ലൈക്ക് ഇയാൾ ഫസ്റ്റ് ടൈം കോളേജിൽ അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാൻ അവസരം ഉണ്ടാവുമോ എന്നാൽ ഒത്തിരി ടെൻസ്ഡ് ആയിരിക്കും. പക്ഷെ ഇതുപോലുള്ള കമ്മ്യൂണിറ്റികൾ ഉണ്ടെങ്കിൽ അവരൊരു കൂട്ടായ്മയായി പ്രവർത്തിക്കുകയും അത് ബേസ് ചെയ്ത് ഇവർ ആരാധനാക്രമങ്ങളും പ്രാർത്ഥനകളും ഗെയിംസ് ആണെങ്കിലും ശരി അങ്ങനെയുള്ള കണ്ടക്ട് ചെയ്തിട്ട് ഒരു കൂട്ടായ്മയും അതിലൂടെ ഒരു ആത്മബന്ധം വരെ സൃഷ്ടിക്കാൻ ഇവരെ കൊണ്ട് കഴിയാറുണ്ട്. അത് അവർ വ്യക്തിപരമായിട്ടും അവരും ദൈവം തമ്മിലും ദൈവവുമായിട്ടും ഒരു ആത്മബന്ധം സൃഷ്ടിക്കാൻ ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ കഴിയുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. ശരിക്കും ഇപ്പം എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാനിങ്ങനെ ജോലിയൊക്കെ ചെയ്തിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനെ സിസ്റ്റർ ആവാൻ തീരുമാനിക്കുന്നതല്ല. അപ്പം ശരിക്കും അത് എൻ്റെ വൊക്കേഷൻ ഡിസൈൻ ചെയ്യാനൊക്കെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് എൻ്റെ ഈ ജീസസ് യൂത്തിലുള്ള ഫ്രണ്ട്സ് തന്നെയാണ്. അത് ബാക്കിയുള്ളവർ എന്ന് വെച്ചാൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെയും ഇവരാണ് എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും, അല്ലെങ്കിൽ ഞാൻ ഓർക്കുന്നുണ്ട്, അതായത് ഇങ്ങനെ സിസ്റ്റർ ആവാൻ തീരുമാനിച്ചു, പക്ഷെ ഏത് കോൺഗ്രിഗേഷനിലേക്ക് പോകുന്നുള്ളതാണ് സംശയം. അപ്പം നമ്മുടെ എല്ലാ മണ്ടത്തരവും കേൾക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അന്ന് എൻ്റെ ഇഷ്ടങ്ങളൊക്കെ അറിയുന്ന കുറച്ച് പേരാണല്ലോ ഇവർ. അപ്പം ഞാൻ ഓർക്കാം, ഞങ്ങൾ ട്രിവാൻഡ്രത്ത് ഒരു ഫ്രണ്ട്സ്, അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ്. അപ്പം ഞങ്ങൾ വേറൊരു ഫ്രണ്ടും കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും ഇങ്ങനെ ഫ്ലാറ്റിലിരുന്ന്, അപ്പം ഞാൻ പറയുന്നുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ഒരുപാട് കോൺഗ്രിഗേഷനുകളുണ്ട്. അപ്പം നമുക്ക് നമ്മളായിട്ടിരിക്കാനും, എന്നാൽ എന്നെ ഇവരെന്തിനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്, ഇവർക്കറിയാം കുറച്ച് കഴിയുമ്പോൾ ഞാനൊരു സിസ്റ്റർ വേണ്ടി ഇവിടുന്ന് റിസൈൻ ചെയ്ത് പോകും. പക്ഷേ എൻ്റെ ആത്മീയമായിട്ടുള്ള വളർച്ചയിലും, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പറയാനും, ചില കാര്യങ്ങളൊന്ന് തിരുത്തി തരാനും, പരസ്പരം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എനിക്കിങ്ങനെ പറ്റുന്നില്ല കേട്ടോ, നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് തിരുത്താനും വളർത്താനും, എപ്പോഴും കൂടെ എന്നെ ഞാനായിരിക്കുന്ന പോലെ മനസ്സിലാക്കുന്ന, ദൈവത്തിലേക്ക് എന്നെ ചേർത്ത് നിർത്തുന്ന ഒരു നല്ലൊരു ഫെലോഷിപ്പ്. അപ്പം അതിൻ്റെ ഒരു ബ്യൂട്ടി എന്നെ ഓർക്കുന്നുണ്ട്. വചനത്തിൽ പറയുന്നുണ്ട്, വിശ്വസ്തനായ സ്നേഹിതൻ ജീവാമൃതം പോലെയാണ്. അപ്പം അത് ദോസ് ഹു ഫിയർ ദ ലോർഡ് വിൽ ഫൈൻഡ് ഹിം. അപ്പം ദൈവഭയമുള്ള ഒരു വ്യക്തിയാണ് അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങൾ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു വലിയ ദാനമാണ്. അപ്പം ഇപ്പം നമ്മൾ കാണുന്ന ഒരു പ്രധാന പ്രശ്നം കൂടെയാണ്, ഒത്തിരി പിള്ളേർ കടന്നു പോകുന്ന ഏകാന്തത, ഒറ്റപ്പെടൽ, നല്ല ഫ്രണ്ട്സ് ഇല്ല. അപ്പം അവരോട് പറയാനുള്ളൊരു കുഞ്ഞു കാര്യം കൂടി ഇതാണ്, നമ്മൾ ദൈവത്തിനോട് ചേർന്ന് നിന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവഭയമുള്ള നല്ല സൗഹൃദങ്ങൾ നമുക്ക് കിട്ടും, നല്ല കൂട്ടായ്മകൾ കിട്ടുമ്പം അത് നമ്മളെല്ലാ രീതിയിലും നമ്മളെ ഒത്തിരി വളർത്തും. എനിക്ക് കോളേജിലാണെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവർ വന്നു കഴിഞ്ഞാൽ ചിലപ്പം നമ്മൾ മടി പിടിച്ചിരിക്കുകയാണെങ്കിൽ നമ്മളെ ഉഴപ്പാനായിട്ട് ഇവർ സമ്മതിക്കില്ല. നീ ഇന്ന് കുർബാനയ്ക്ക് പോയോ, നീ കുമ്പസാരിച്ചിട്ട് കുറേ നാളായല്ലോ. ഞാൻ ഓർക്കുന്നുണ്ട്, ടെക്നോ പാർക്കിൽ ആയിരുന്ന സമയത്ത് വീട്ടിൽ പോവാത്ത ആഴ്ചകളൊക്കെ ശനിയാഴ്ചകളിൽ കാലത്ത് കുർബാന കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ഒരു ആരാധനയ്ക്കൊക്കെ പോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഘോഷമായിട്ട് എല്ലാവരും പോയി ഭക്ഷണം കഴിക്കും. അതുണ്ട്. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് ആഗോള ചർച്ചകളാണ്. പക്ഷെ എന്നാലും അതൊക്കെ ഒരു ആദിമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു ബ്യൂട്ടി, ഏർലി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളുടെ ബ്യൂട്ടി. അവരൊരുമിച്ച് ചേരുകയും പ്രാർത്ഥിക്കുകയും അപ്പം മുറിക്കുകയും കൂട്ടായ്മകളുടെ ഒക്കെ ഒരു, അങ്ങനെയൊക്കെയാണോ എന്ന് എനിക്ക് ചോദിച്ചാൽ കുറേയൊക്കെ അതിൻ്റെ റിഫ്ലക്ഷൻസ് ഈ കൂട്ടായ്മകളിലും കാണാൻ പറ്റാറുണ്ട്. പിന്നെ അങ്ങനെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടില്ല, നമ്മൾ വഴി തെറ്റിപ്പോവാനുള്ള സാധ്യതകളൊക്കെ അവിടെ ഭയങ്കരമായിട്ട് കുറയുന്നു. കാരണം ഇപ്പം നമ്മൾ കൂടുതലും കാണുന്ന കേസുകൾ എന്താ, സംഘം ചേർന്ന് ഫ്ലാറ്റിൽ നിന്ന് പിടിക്കുമ്പം അവർ സംഘം ചേർന്ന് എന്തുപയോഗിക്കുന്നു, ലഹരി ഉപയോഗിക്കുന്നു കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ പബ്ബുകളിൽ സംഘമായിട്ട് പോകുന്നു, അല്ലെങ്കിൽ നൈറ്റ് പാർട്ടി, അല്ലെങ്കിൽ അല്ലേ, ശരിക്കും പറഞ്ഞാൽ അവിടെ ക്രിസ്തു അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ഒരു എലമെൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ വഴിതെറ്റി പോകാനായിട്ട് ഒത്തിരി ചില കേസുകളൊക്കെ നമ്മൾ ന്യൂസ് പേപ്പറിലൊക്കെ ഭയങ്കര വൈറലാവും, അല്ലെങ്കിൽ ന്യൂസിലൊക്കെ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സങ്കടം തോന്നും. എന്തൊരു മോശം സൗഹൃദങ്ങളാണ്. ചിലർക്ക് അങ്ങനെ ചില ഡ്രസ്സുകൾ, ഇപ്പം മറ്റേ തുളയുള്ള പാൻറ്റോ അങ്ങനെ ഇട്ട് കണ്ടു കഴിയുമ്പോഴത്തേനും ചിലപ്പോൾ അവർ നമ്മൾ ജഡ്ജ് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവർ ചിലപ്പോൾ അവർ ജഡ്ജ്. അപ്പോൾ ഇവന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും എനിക്ക് തോന്നിയില്ല. സംസാരിച്ചപ്പോഴും ആളൊരു നിഷ്കളങ്കനാണ്. പക്ഷെ ചോദിച്ചു വന്നപ്പം ഇവൻ്റെ സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരുത്തനെ പോലീസ് പിടിച്ചു. അപ്പം ഇതോടുകൂടെ റെഡ് അലേർട്ട്. വീട്ടിലെല്ലാവരും നോക്കുമ്പോൾ എന്താ, ഇവൻ്റെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരുത്തനെയാണ് പൊക്കിയിട്ടുള്ളത്. അപ്പം ഇവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല എന്നുള്ളൊരു സംഭവമാണ് അവിടെ വന്നത്. അപ്പം നമ്മുടെ സൗഹൃദങ്ങളെയൊക്കെ ഒന്ന്, അല്ലെങ്കിൽ നമ്മളായിരിക്കുന്ന കൂട്ടായ്മയൊക്കെ ഒന്ന് നമ്മൾ
ചിന്തിച്ചാൽ നല്ലതായിരിക്കും. ഒരു പക്ഷേ നമ്മൾ കുടിക്കുന്നില്ലായിരിക്കാം, പക്ഷേ നമ്മുടെ കൂടെയുള്ളവരൊക്കെ കുടിക്കുന്നവരായിരിക്കാം, ബാറിൽ പോയിട്ട് കടല കഴിക്കുന്ന മാത്രം ഉള്ളായിരിക്കാം. പക്ഷെ നമുക്കൊരു സാധ്യത കൂടുതലാണ്, നമ്മൾ ആ ഫെലോഷിപ്പിലായിരുന്നാൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് തോന്നിയാൽ നമ്മൾ അതിൽ സ്ലിപ്പ് ചെയ്യാൻ എളുപ്പമാണ്. കണ്ട് പിന്നെ നാളെ അതൊന്ന് ട്രൈ ചെയ്യണം തോന്നിയേക്കാം. അതെ. അപ്പം അതുപോലെ, പക്ഷെ അതേസമയം നല്ല കൂട്ടായ്മകളും ഉണ്ട്, ഈ പറഞ്ഞ പോലെ നമ്മളെ നല്ല വിശുദ്ധിയിലേക്ക് വളർത്തുന്ന. അതാണ് കുറച്ചും കൂടെ അത് ഡിഫൈൻ ചെയ്യുമ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നെ തോന്നുന്നു ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഒരിടത്ത് തിന്മയും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ സെന്ററിൽ തിന്മയും മറ്റൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ അടുത്ത് ദൈവമാണല്ലോ. ദൈവം ഉള്ളിടത്ത് എന്തായാലും നല്ല കാര്യങ്ങളെ സംഭവിക്കുള്ളൂ. മറ്റുള്ളവർക്ക് വാട്ട് എവർ ഇറ്റ് ഈസ്, ഡ്രഗ്സോ ഡ്രിങ്ക്സോ എന്താണെങ്കിലും അവിടെ തിന്മയാണുള്ളത്. ഇപ്പുറത്തെ ദൈവവും അതിന്റെ ചുറ്റുപാടെന്ന് പറഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ്സും അതിന്റെ കാര്യങ്ങളും രണ്ടും തന്നെ ആയിരിക്കും. പറയുന്നതോടെ എങ്ങനെയാണെങ്കിലും നമുക്ക് വിയോജിക്കാൻ വഴിയല്ല, യോജിപ്പ് തന്നെ. ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും റിഫ്രഷിങ് ആണല്ലോ. അപ്പോൾ ഈ ഫെലോഷിപ്പിലുള്ള ഫ്രണ്ട്ഷിപ്സ് കുറച്ചും കൂടി സ്വീറ്റ് ആണ്. കാരണം ആ ആൾക്കാർക്ക് നമ്മളെ ഈശോയിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കാൻ പറ്റും. മറ്റുള്ളവർ മേ ബി ഒരു മാനസികമായ തലത്തിൽ നിന്നായിരിക്കും നമ്മളോട് ചില സെയിം വൈബോ അല്ലെങ്കിൽ സെയിം ഹോബീസോ വെച്ചുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും. പക്ഷെ ഇവിടെ ആ ആളുടെ ടോട്ടൽ നന്മയും ഈശോ അവരെ സ്നേഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഈശോ അവരെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരോട് പറയാനും, അല്ലെങ്കിൽ ഈശോയിലേക്ക് വളർത്താൻ, അവർക്കൊരു വിഷമം വരുമ്പോൾ സ്വന്തം വിഷമമായിട്ടെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഒരു കൂട്ടം ആൾക്കാർ നമുക്കുള്ളത് എപ്പോഴും വലിയൊരു കരുത്ത് തന്നെയാണ്. നമുക്ക് സിബ്ലിങ്സ് പോലെ തന്നെ തോന്നിപ്പോകുന്ന ചില ആൾക്കാർ ഈശോ അതിലൂടെ നമുക്ക് തരും. ഞാനും അത് തന്നെയായിരുന്നു ഇങ്ങനെ പറയാൻ വേണ്ടി വന്നത്. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ വീണു പോകും. പക്ഷെ എന്നാലും ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയുള്ള സമയത്ത്, നമ്മൾ വീഴുന്ന സമയത്ത് നമ്മളെ താങ്ങി നിർത്താൻ കുറേ പേരുണ്ടാവും. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ലോകത്തിന്റെ കാഴ്ചപ്പാടിലെടുത്ത പ്രാർത്ഥനയെ പോലെ ശുദ്ധ മണ്ടത്തരായിട്ടുള്ള സമയം കളയുന്ന ആ കാര്യം നമുക്ക് എന്തോരം കാര്യങ്ങൾ ചെയ്യാം അല്ലേ. പക്ഷെ ഇവിടെ നമുക്ക് ഇപ്പം നിങ്ങളൊക്കെ ഏകദേശം പ്രായവും പക്വതയൊക്കെ ആയവരാണ്. നമുക്ക് ഇങ്ങനെ വചനത്തിലും പറയുന്നുണ്ട്, നന്മയും തിന്മയും നിങ്ങളുടെ മുൻപിൽ വെച്ച് തരുന്നുണ്ട്, അതിൽ ജീവനും മരണവും ഇതിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. കുറെ പേര് ബോറിംഗ് ആണെന്ന് വിചാരിച്ചിട്ട് പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ അവർക്ക് കിട്ടിയ ഒരു വൈബ് വേറെയാ. കർത്താവ് ഇങ്ങനെ വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിന്റെ ഹൃദയ കവാടത്തിൽ ഇങ്ങനെ മുട്ടുന്നുണ്ട്, അത് തുറന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക്. ആ വാതിലിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അത്ര. അതായത് അതിന് പുറത്ത് പ്രത്യേകിച്ചൊന്നും ഇല്ല, ഉള്ളിൽ മാത്രമേ വലിക്കാനുള്ള സാധനമുള്ളൂ. അപ്പം ഞാനിപ്പോൾ ഒരു തമാശ പോലെ എന്നല്ലെങ്കിലും എനിക്ക് വെച്ചാൽ ഇത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇതൊരു പിയർ പ്രഷറും കൂടെയാണ്. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ളവരാരും ഇത് സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള എല്ലാവരും ഒരു റിലേഷൻഷിപ്പിലായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു കൊച്ച് സിസ്റ്ററെ ഹോസ്റ്റലിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഫോണിൽ ഭയങ്കര ബിസി, എനിക്ക് മാത്രം വിളിക്കാൻ ആരുമില്ല, അപ്പനെ അമ്മേനെ എന്തോരെന്ന് വെച്ചിട്ടാണ് വിളിക്കുക. ശരിക്കും പറഞ്ഞാൽ കൊച്ചു ചെയ്യുന്നതാണ് നന്മ. പക്ഷെ അവളുടെ ചുറ്റിലുമുള്ള ആൾക്കാരുടെ പ്രവൃത്തി കാണുമ്പോൾ കുട്ടിക്ക് തോന്നുവാണ് ഞാൻ നോർമൽ അല്ല, ഞാൻ അവരുടെ പോലെയുള്ളൊരു ആളല്ല, അല്ലെങ്കിൽ എനിക്ക് എന്തോ ഇല്ല, അതുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റപ്പെടുന്നു എന്നുള്ളൊരു സംഭവമൊക്കെ. ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ഉള്ള ഉത്തരം നമ്മൾക്ക് ക്രിസ്തുവിൽ തന്നെയാണ് കണ്ടെത്താൻ പറ്റുന്നത്. ഇപ്പം എല്ലാവരും ഒരു തെറ്റ് ശരിയാന്ന് പറഞ്ഞത് കൊണ്ട് അത് ശരിയാവണമെന്ന് ഇല്ലല്ലോ. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ക്ലാസ്സിലുള്ള ഒരു ഫ്രണ്ട്, അവൻ ഗ്രൂപ്പിന് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ എന്നിട്ട് പിടിച്ചു പൊക്കി ഈ ജീസസ് യൂത്തിൻ്റെ തന്നെ ഒരു ധ്യാനത്തിന് കൊണ്ടുപോയി. അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു, കാരണം അവനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം ബാക്കിയുള്ളവരൊക്കെ എന്ത് പറയും അങ്ങനെ. പക്ഷെ ആ ധ്യാനത്തോടു കൂടി അവൻ്റെ കുറേ ദുശീലങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് അവൻ തീരുമാനം എടുക്കുന്നു. ഈശോ ആണ് അവന് ശക്തി കൊടുത്തേട്ടോ. ശരിക്കും നമ്മൾ മനുഷ്യന്മാരെ എത്ര പ്രഷർ ചെയ്തിട്ടും കാര്യമൊന്നുമില്ല. പക്ഷെ അതിനുശേഷം തിരിച്ചു വരുമ്പോൾ അവൻ കുറച്ച് തീരുമാനങ്ങൾ എടുത്തു. പക്ഷെ അവന് പഴയ ഫ്രണ്ട്സിന്റെ കൂടെ പോവാനായിട്ട് പറ്റുന്നില്ല. കാരണം അവന്റെ പണ്ടത്തെ പിയർ ഗ്രൂപ്പിന്റെ സ്വഭാവങ്ങൾ ഇപ്പൊ അവന് ഇല്ല. പക്ഷെ അവൻ അവിടെ പോകുമ്പോൾ അതൊരു ഭയങ്കര സ്ട്രഗിൾ ആണ്. കുറെ കാര്യങ്ങൾ അവൻ ഉപേക്ഷിച്ചപ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ അവൻ അനുഭവിക്കുന്ന ഒരു കുറേം കൂടി ഉള്ള ഒരു സ്വാതന്ത്ര്യവും സന്തോഷവും ഉണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. കാരണം ഞാനും ഇങ്ങനെ ഡൗൺ ആയിരിക്കുന്ന സമയത്തും എനിക്കും ഇങ്ങനെ കർത്താവ് ഉണ്ടെന്ന് പറയാനും, ഞാൻ സഞ്ചരിക്കുന്ന വണ്ടി അത് ഓടിക്കുന്നത് കർത്താവാണെന്ന് പറയാനും കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഈ ഫെലോഷിപ്പ് ആണെങ്കിലും ഈ കൂട്ടായ്മയിലൂടെ എനിക്ക് അതുപോലെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിലും അങ്ങനെയൊക്കെ പറഞ്ഞുതരാൻ
എനിക്ക് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഫെലോഷിപ്പിൽ ഉള്ളവരുടെ ഒരു അതെ. പ്രസൻസ് മൂലം അല്ലേ. അത് വരപ്പോഴും ഞാൻ ഓർക്കുമായിരുന്നു, ഞാനിങ്ങനെ ഇൻഫോസിസിൽ ജോലി ചെയ്ത കഥയൊക്കെ നിങ്ങളോട് കുറച്ച് പറഞ്ഞല്ലോ. അപ്പം അതിൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് ജീസസ് യൂത്ത് ചേച്ചിമാരായിട്ട് നല്ല കൂട്ടായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് അവരൊക്കെ പാസ് ഔട്ടായി പോയി, നമ്മളും പാസ് ഔട്ടായി. അപ്പം അതിൽ ഒരു ചേച്ചി ഇൻഫോസിസിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ട്രെയിനിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇത്തിരി പൊട്ടിയ കഥയൊക്കെ നിങ്ങളുടെ അടുത്ത് കഴിഞ്ഞ ദിവസം നമ്മൾ കഫേയിൽ കൂടിയപ്പം പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പ്രോഗ്രാമിംഗ് ഒക്കെ ചെയ്ത് എല്ലാം തകർന്ന് ഇങ്ങനെ ഒരുമാതിരി ഒരു മൂഡില്ലാതിരിക്കുന്ന സമയത്ത്, അപ്പൊ ട്രെയിനിങ് സമയത്ത് കമ്പ്യൂട്ടറിന് ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇമെയിൽ ഐ ഡി ഒക്കെ ഉണ്ട്, christy_babu@gmail.com. അപ്പം അത് വേറെ ആർക്കും അറിയത്തൊന്നുമില്ല. നമ്മുടെ ജിമെയിൽ ഐ ഡി ആണല്ലോ നമ്മുടെ ബാക്കിയുള്ളവർക്കൊക്കെ അറിയുന്നത്. ആ സമയം ഇങ്ങനെ മെയിൽ അയക്കലൊക്കെ കുറച്ചുകൂടെ ഫ്രീക്വന്റ് ആയിരുന്ന ഒരു കാലഘട്ടം. വാട്സാപ്പ് ഒന്നും അത്രയ്ക്ക് അങ്ങനെ ആയിട്ടില്ല. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് ഒരു ദിവസം ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട്, അതായത് ഇങ്ങനെ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്ന് വന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ ആഴ്ചയിൽ 2 പ്രാവശ്യം തോക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ വിനോദം. അങ്ങനെ ഒരു വല്ലാതെ ഇരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം എൻ്റെ മെയിൽ ബോക്സിലേക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന, കോളേജിൽ ഉണ്ടായിരുന്ന, ജീസസ് യൂത്തിൽ ഉണ്ടായിരുന്ന, അന്ന് ഇപ്പോൾ ഇൻഫോസിസിൽ വർക്ക് ചെയ്യണ ചേച്ചിയുടെ ഒരു ഇമെയിൽ വന്നു. അപ്പോൾ ചേച്ചി ഇൻഫോസിസിലായതുകൊണ്ട് ഇൻഫോസിസുകാർക്ക് ആ ഐ ഡി കുറച്ചുകൂടെ ഈസിലി അവൈലബിളാണ്, വേറെ ആർക്കും അറിയില്ല. അപ്പം ചേച്ചിയുടെ ഈ മെയിൽ ബോക്സിൽ നിന്ന് എൻ്റെ ഐ ഡി സെർച്ച് ചെയ്തപ്പം കിട്ടി. അപ്പം എനിക്കിതൊന്നും അറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഇൻഫോസിസിൽ എത്തിയിട്ടല്ലോ. ചേച്ചി എനിക്ക് മെയിൽ അയച്ചു, ചിണ്ടൂസേന്ന് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതെനിക്ക് സുഖമാണോ എന്നൊക്കെ ചോദിച്ചിട്ട്, എൻ്റെ അമ്മോ, ഈ എന്താണ് പ്രോഗ്രാമിങ്ങിൻ്റെ കാട്ടിൽ ഇങ്ങനെ ഏകാന്ത പതികയായിട്ട് മുറിവേറ്റ മൃഗത്തെ പോലെ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. കാരണം ചേച്ചി ചെന്നൈയിൽ ആ സമയത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ ചേച്ചിയെ കാണുന്നില്ല, പക്ഷെ എന്നാലും ഞാൻ ഇൻഫോസിസിൽ ജോയിൻ ചെയ്തിട്ട് ചേച്ചി അവിടെ നിന്ന് മെയിൽ അയച്ചപ്പോൾ എനിക്കത് തന്ന ഒരു സന്തോഷം. അപ്പം ചേച്ചി എന്നിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, വേറെ ഒന്നുമില്ല, പ്രാർത്ഥിക്കുന്നുണ്ട്. അത് എനിക്ക് തന്നൊരു ആശ്വാസം ഭയങ്കര. അപ്പോൾ ആ ചേച്ചിയായിട്ട് ഇപ്പോഴും കൂട്ടും. എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞു, കോളേജിൽ നിന്ന് പാസ് ഔട്ടായി, ചേച്ചി കല്യാണം കഴിഞ്ഞു, 2 പിള്ളേരായി, ഞാൻ സിസ്റ്ററായി. പക്ഷെ എന്നാലും ആ ഈശോയിലുള്ള ബന്ധം ഇപ്പോഴും ഉണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, എനിക്ക് ഇൻഫോസിസിൽ പോകാനായിട്ട് ഭയങ്കര മടിയായിരുന്നു. കാരണം എൻ്റെ ഫീൽഡ് കംപ്ലീറ്റ്ലി വേറെയാണല്ലോ. പക്ഷേ ഒരു യൂത്ത് പ്രോഗ്രാം ഉണ്ടായിരുന്നു, പ്രൊഫസ് മെസ്സായ എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത്. അപ്പം അതിൽ ഇൻഫോസിസിൽ നിന്നുള്ള കുറേ ജീസസ് യൂത്ത് ആൾക്കാരായിരുന്നു അതിൽ ഉണ്ടായിരുന്നു. അപ്പം അവരെ കണ്ടു കഴിഞ്ഞപ്പം ഇതിങ്ങനെ പ്രോഗ്രാമിൻ്റെ വേൾഡ് മാത്രമല്ല, അവിടെയും പ്രാർത്ഥിക്കുന്ന, അടിപൊളിയായിട്ട് നമ്മുടെ കൂടെ കളിക്കുന്ന, സംസാരിക്കുന്നവരുണ്ടെന്നുള്ളതായിരുന്നു എനിക്ക് ആകെയുള്ള ഒരു ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു അത്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ ചിലപ്പോൾ നമുക്ക് വീട്ടുകാരോട് ചിലപ്പം പറയാൻ പറ്റണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് അത്ര പോലെ കോൺഫിഡൻഷ്യലായിട്ട് കീപ്പ് പറയുന്ന, പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നമ്മളെങ്ങനെയെങ്കിലും എനിക്കൊരു വചനം അയച്ചു തരുമോ എന്നൊക്കെ ചോദിക്കാൻ പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ, അത് കഴിയുമ്പോൾ നമുക്ക് ആ ഒരു ശക്തി നമുക്ക് മനസ്സിലാവും. അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും എന്നറിയോ, നമ്മൾ എവിടെ പോയാലും നമ്മളൊരു ഫെലോഷിപ്പ് നമ്മൾ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കണ്ടുപിടിക്കും. പിന്നെ എനിക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞ് പോയപ്പോഴും അവിടെ ഒരു ഫെലോഷിപ്പ് കണ്ടുപിടിച്ചു. ഇപ്പം ഞാൻ സിസ്റ്ററായിട്ട് ഇവിടെ കോഴിക്കോടുള്ള, അപ്പം ഇവിടെ അടുത്തും ജീസസ് യൂത്തിൻ്റെ, അപ്പോൾ ലോ കോളേജിൽ ഒരു പ്രയർ ഗ്രൂപ്പുണ്ട്, മെഡിക്കൽ കോളേജിലുണ്ട്, ദേവഗിരിയിലുണ്ട്, അപ്പം നമ്മുടെ ഫാമിലി ഗ്രൂപ്പുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഫെലോഷിപ്പിൽ നിന്നുള്ള എൻ്റെ പേഴ്സണൽ അനുഭവം അതാ, ഒത്തിരി പേരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചത് നല്ല നല്ല കൂട്ടായ്മകളാണ്, ദൈവത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ള കൂട്ടായ്മകൾ. അത് നമുക്ക് തരുന്ന ഒരു ബലവും ശക്തിയും, അല്ലെങ്കിൽ കൂടെ ഉണ്ടടാ. അപ്പം അതുകൊണ്ട് ഇപ്പോഴും പിള്ളേരെ കാണുമ്പോൾ അവരെ ഇതിലോട്ട് വിളിച്ചു കൂട്ടാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നും. അല്ലെങ്കിൽ ചിലപ്പം കരയുമ്പോൾ, ചിലപ്പം നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ ചിലപ്പം ഈശോ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവരെങ്ങനെയെങ്കിലുമൊക്കെ ഒരു മെസ്സേജ്, സുഖമാണോ. കഴിഞ്ഞ ദിവസം കൂടെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പം ഒരു മോളെ ഈശോ ഓർമ്മിപ്പിച്ച് തന്നു. അവൾക്ക് മെസ്സേജ് അയച്ചപ്പോൾ, എൻ്റെ ദൈവമേ സിസ്റ്ററിന് എന്നാ ഒരു ടൈമിങ്, ഈശോ അപ്പ സൂപ്പറാന്നൊക്കെ പറഞ്ഞിട്ട് അവൾ റിപ്ലൈ അയച്ചു. അപ്പം അതുപോലെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പരസ്പരം ശക്തിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് കൂട്ടായ്മ. ഞാൻ അതിൽ വന്നിട്ടുള്ള പിള്ളേരൊക്കെ അതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ എന്തെങ്കിലും ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ അവർ ആ കൂട്ടായ്മയിൽ വന്നത് ശരിക്കുള്ള ലക്ഷ്യത്തോടു കൂടെ ആയിരിക്കില്ല. അതായിരിക്കും അതിൻ്റെ ഒരു റീസൺ. അത് ക്രിസ്തു കേന്ദ്രീകൃതമാണെങ്കിൽ അതിപ്പോൾ, കാരണം നമ്മുടെ കൂട്ടായ്മയിൽ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉണ്ടാവാമല്ലോ, അതൊരു മോശം ഡയറക്ഷനിലേക്കൊക്കെ വളരെ എളുപ്പത്തിൽ പോവാം. നമ്മളെ അങ്ങനെ നോക്കി നിൽക്കണ ആരും അതിൻ്റെ അകത്ത് ഇല്ല. അതായത് ഇവരിങ്ങനെയാണോ അങ്ങനെയാണോ എന്നൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ കൂടെ തെറ്റായ രീതിയിലേക്കൊന്നും പോവാതെ നല്ല രീതിയിൽ അത് കൊണ്ടു നടക്കുന്നത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. അപ്പം ഞാനെപ്പോഴും കുട്ടികളോടും പറയാം, അല്ലെങ്കിൽ എവിടെ പോയാലും ആദ്യം അങ്ങനെ ഒരു കൂട്ടായ്മേനെ അന്വേഷിക്കും. കാരണം ഞാൻ അതിൻ്റെ മാധുര്യം അറിഞ്ഞിട്ടുള്ളതുകൊണ്ട്. അപ്പം നമ്മൾ ബൈബിളിൽ നോക്കുവാണേലും
ഈശോ ഇങ്ങനെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ കൊണ്ട് നടക്കുകയല്ലോ ചെയ്തത്. ഈശോയ്ക്ക് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ തന്നെ ഒരു കോർ ടീം ഉണ്ടായിരുന്നു, ഒരു 3 പേരുടെ. അവർ ചില പ്രത്യേക കാര്യങ്ങൾ വരുമ്പം അവരെ മാത്രമാണ് വിളിക്കുന്നത്. ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. ഓരോ മിനിസ്ട്രികളൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്യുമല്ലോ. ഇപ്പം നമുക്കറിയാലോ, ഓരോ യൂത്ത് മോഡലിൽ ഓരോ ഇന്ന ആൾ ഇന്ന പ്രസിഡന്റ്, മറ്റേ ആള് കോർഡിനേറ്റർ, അങ്ങനെ ഡിവൈഡ് ചെയ്യുന്ന പോലെ പത്രോസ്ലീഹാക്കിയത്, യോഹന്നാനേത്, മറ്റവൻ അപ്പം മുറിച്ച് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ആള്, അങ്ങനെ നമ്മൾ അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. അപ്പം ആ ഒരു കൂട്ടായ്മയുടെ ഒരു സ്വീറ്റ്നെസ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ഈശോ മരിച്ചു ഉത്ഥാനം ചെയ്തു പോയിട്ടും അത് അവർ വീണ്ടും കണ്ടിന്യൂ ചെയ്തെന്നുള്ള ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ അതിങ്ങനെ ഒരാളായിട്ട് നടന്നതല്ല. ഈശോ തന്നെ 72 പേരെ 2-2 വിടുന്നു. ഈ വിട്ടിട്ടും അവസാനം ഇവർ തിരിച്ച് വരുന്നുണ്ട്. എന്നിട്ട് ഇവരൊരു അപ്ഡേഷൻ ഉണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു. ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് 2 പേരായിട്ട് അവർ പോവുകയല്ല ചെയ്ത്, തിരിച്ച് വന്നിട്ട് അവരുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇതുപോലെ ഒരു കൂട്ടായ്മ, ഒരു തിരിച്ച് വീട്ടിലെത്തുന്ന ഒരു ഫീല്. ഞാനിപ്പോഴും എൻ്റെ സിസ്റ്ററായി കഴിഞ്ഞ് അവധി കിട്ടിയപ്പോൾ ആദ്യം ഓടിപ്പോയത് തന്നെ ടെക്നോ പാർക്ക് പ്രയർ ഗ്രൂപ്പിലേക്കായിരുന്നു. അപ്പം പണ്ട് നമ്മൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ വരുന്നത്, ആദ്യമായിട്ടൊരു ഉടുപ്പിട്ട് ചെല്ലുന്നത്. അപ്പം നമ്മുടെ സ്വന്തം വീട്ടിൽ കയറി ചെന്ന ഒരു ഫീലാണ്. അതുപോലെ ഇപ്പം ശിഷ്യന്മാർ കഴിഞ്ഞു, അതിന് ആദിമ ക്രൈസ്തവ സമൂഹം കഴിഞ്ഞു. ഈ കൂട്ടായ്മകൾ ഇപ്പോഴും നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വിശ്വാസത്തിലുള്ള ക്രിസ്തു കേന്ദ്രീകൃതമായ നല്ല നല്ല കൂട്ടായ്മകൾ ഒത്തിരിയുണ്ട്. ഇപ്പം നമ്മളിപ്പം കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു. അതല്ലാതെ ഒരുപാട് നല്ല കത്തോലിക്ക വിശ്വാസത്തിൽ ആഴപ്പെട്ടിട്ടുള്ള കൂട്ടായ്മകൾ ഉണ്ട്. അപ്പം എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് നല്ല നല്ല കൂട്ടായ്മകളുടെ, വിശ്വാസത്തിൽ ആഴപ്പെട്ടുള്ള കൂട്ടായ്മകളുടെ ഭാഗമാവുക. കാരണം അതും അല്ലേ, നമ്മൾ കുർബാന ഒരു അച്ഛൻ അർപ്പിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണോ, നമുക്ക് വേണ്ടിയിട്ടാണോ? അല്ല, ഒരു സമൂഹത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഒരു കുടുംബത്തിൽ നമ്മൾ ഒരാളിരുന്നിട്ട്, അമ്മച്ചി മാത്രം ഇരുന്നിട്ടാണോ കുടുംബ പ്രാർത്ഥന ചെല്ലുന്നത്? അല്ല, അതൊരു കുടുംബമായിട്ടാണ്. വ്യക്തിപരമായ പ്രാർത്ഥന ഉണ്ടില്ല എന്നല്ല. ഇപ്പം ഞങ്ങളുടെ കോൺവെന്റുകളാണെങ്കിൽ അതൊരു സമൂഹമായിട്ട്. അപ്പം ചിലപ്പോൾ ഒരാൾ ഇച്ചിരി പ്രാർത്ഥിച്ചാലും ചിലപ്പോൾ മറ്റേ ആൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും നമുക്കൊരു മോട്ടിവേഷൻ. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒക്കെ പരീക്ഷയുടെ സമയത്ത് അമ്മ പ്രത്യേകമായിട്ട് കൊന്തയൊക്കെ ചൊല്ലും. 10ാം ക്ലാസ് എത്തിയ പ്രാർത്ഥനകളൊക്കെ സ്പെഷ്യലാണ്. അതെനിക്ക് തോന്നുന്നു എല്ലാ അപ്പനന്മാരും അങ്ങനെയാണെന്ന് തോന്നുന്നല്ലേ. അപ്പം അത് കാണുമ്പോൾ നമുക്ക് ഒരു സമാധാനം, കുഴപ്പമില്ല, അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് കിട്ടും, കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള ഒരു കാര്യം നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അതൊരു ബലമാണ്, നമുക്കൊരു കരുത്താണ്. അപ്പം ആ ഒരു വലിയൊരു ശക്തി ഈശോയിൽ വിശ്വസിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഭാഗമാകുമ്പോൾ നമുക്ക് ആ കൂട്ടായ്മ നമുക്ക് തിരിച്ചു തരും. അപ്പം എവിടെ പോയാലും, നിങ്ങൾ കോളേജിൽ പഠിക്കാൻ പോയാലും സ്കൂളിലോ അല്ലെങ്കിൽ ഇടവകയിലോ, നമുക്കിപ്പോൾ ഫാമിലികളുടെ ഉണ്ട്, യങ്സ്റ്റേഴ്സിൻ്റെ ഉണ്ട്, ബാച്ചിലേഴ്സിൻ്റെ ഉണ്ട്, ഗേൾസിൻ്റെ ഉണ്ട്, ബോയ്സിൻ്റെ ഉണ്ട്, നഴ്സസിൻ്റെ ഉണ്ട്, ടീച്ചേഴ്സിൻ്റെ ഉണ്ട്, ലോയേഴ്സിൻ്റെ ഉണ്ട്, പ്രൊഫഷണൽസിൻ്റെ ഉണ്ട്, ഡോക്ടേഴ്സിൻ്റെ ഉണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് നോക്കിയാൽ മാത്രം മതി, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മാത്രം മതി, നിങ്ങൾക്ക് കിട്ടും. ഇപ്പം ഈശോയുടെ അതൊരു വലിയ ഇൻവിറ്റേഷനാണ്. എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഹൃദയ കവാടത്തിൽ ഈശോ മുട്ടുന്നുണ്ട്. അപ്പം ഒരു ഫെലോഷിപ്പിലേക്ക് കടന്നു കഴിയുമ്പോൾ നമ്മളും രക്ഷപ്പെടും, നമുക്ക് കുറച്ച് പേരും കൂടെ ആ ഒരു സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും കൊണ്ടുവരാനും കൂടെ പറ്റുന്നുള്ളതാണ്. അല്ലാത്തൊരു ലൗകികമായ സാധനങ്ങളിലേക്കൊന്നും പോവാതെ ശരിയായിട്ടുള്ള രീതിയിൽ ഒരു വചനമുണ്ട്, റിജോയ്സ് ഇൻ ദ ലോർഡ് ആൻഡ് ഹി വിൽ ഗിവ് യു വാട്ട് യു വാണ്ട്. കർത്താവിൽ ആനന്ദിക്കാനായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഈശോ സാധിച്ചു തരും. അത് ഈ ഫെലോഷിപ്പിൽ നമുക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണ്. അപ്പം നമുക്കൊക്കെ ഇതൊരു കൂട്ടായ്മയാണല്ലേ. നമുക്ക് ചായ കുടിക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടായ്മയുണ്ട്, നമ്മളെ ഒന്നിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവുണ്ട്, കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞും ചർച്ച ചെയ്തൊക്കെ തരുന്ന, നമ്മളെ വഴി നയിക്കുന്ന പരിശുദ്ധാത്മാവുണ്ട്. അപ്പം നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ, നമ്മളിത് കഴിഞ്ഞ് ഇവിടുന്ന് പോവുമല്ലോ, അവിടെയും നല്ല കൂട്ടായ്മകളുടെ ഭാഗമാകാനുള്ള ഒരു കരുത്തും ശക്തിയും ഒക്കെ ദൈവം നിങ്ങൾക്ക് തരട്ടെ. കാരണം ഇതെല്ലാവർക്കും പറ്റണമെന്നില്ല. നന്മ ചൂസ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ കേട്ടു, അതായത് തിന്മ ഇങ്ങനെ ഭയങ്കര പ്രലോഭിപ്പിച്ച്, നമുക്ക് പാപം നമുക്ക് ബുദ്ധിമുട്ടി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതങ്ങനെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. പക്ഷെ നന്മ ചെയ്യാൻ ഇച്ചിരി പാടാം. അത് ഭയങ്കര അട്രാക്റ്റീവ് ഒന്നുമല്ല, അത് നമ്മൾ ഇത്തിരി കഷ്ടപ്പെട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ആ ഒരു നന്മ തിരഞ്ഞെടുക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. ഓക്കെ, ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.